ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സ്നേഹക്കൂട്ട് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പൊന്നുമ്മടം വീട് ആകെ തകർന്ന് തരിപ്പണമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ സേതു അവിടെ നിന്നും എന്നേക്കുമായി പടിയിറങ്ങുകയാണ്. പോരാത്തതിന് നമ്മുടെ പല്ലവിയും ഒരു വലിയ അപകടത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് പ്രേക്ഷകരെ. വേറൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഋതുവാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു കാര്യം നമ്മുടെ അച്ചു കേട്ടിരുന്നല്ലോ. നമ്മുടെ സേതുവും പല്ലവിയും നമ്മുടെ ഹരിയോട് പറയുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ അച്ചു നമ്മുടെ ഋതുവിനെ നമ്മുടെ പൂർണിമാമയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കാരണത്ത് ഒറ്റടി അടിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ആകപ്പാടെ മക്കൾ തമ്മിൽ തല്ലിത്തല്ല്. അമ്മയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഞാനിപ്പോ പടിയിറങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ഋതു ആണെങ്കിൽ ഇതിനിടയിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. മുറിയിൽ കയറി കതകടച്ച് കുറെ നേരമൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും പുറത്തു നിന്ന് ഭയങ്കര കൊട്ടുന്നു. പക്ഷെ ഋതു മുറി തുറക്കുന്നില്ല. അങ്ങനെ നമ്മുടെ പൂർണിമാമ പറയുകയാണ്, എനിക്ക് ഇവിടെ നിന്ന് സഹി കെട്ടു. മക്കൾ തമ്മിൽ തല്ലുന്നത് കാണാൻ എനിക്ക് വയ്യ. ഞാൻ ഇവിടെ നിന്നും പടി ഇറങ്ങുവാണെന്നും പറഞ്ഞ് ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ സേതു പറയുന്നുണ്ട്, വേണ്ട അമ്മ പടിയിറങ്ങണ്ട, ഞാൻ പടിയിറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നമ്മുടെ സേതു പൊന്നുമടത്തിന്റെ പടി ഇറങ്ങുവാട്ടോ. ആരും തിരിച്ചു വിളിക്കുന്നില്ല കേട്ടോ. പല്ലവി ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച, അച്ചു ആരോഗ്യ അന്വേഷിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ രാത്രി. ശേഷം ചെന്നുപെടുന്നത് നമ്മുടെ ഇന്ദ്രന്റെ കയ്യിലായിരിക്കും. മിക്കവാറും ഹരിയെ തെരഞ്ഞിട്ട് പോയതായിരിക്കാം ഹരിയെ കാണാഞ്ഞിട്ട്. പക്ഷേ ചെന്നുപെടുന്നത് നമ്മുടെ ഇന്ദ്രന്റെ കയ്യിലായിരിക്കും. അപ്പൊ നമ്മുടെ പല്ലവി ആണെങ്കിൽ അച്ചുവിനെ കാണാതെ നമ്മുടെ പല്ലവിയും അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. അങ്ങനെ പല്ലവി നോക്കുമ്പോൾ അച്ചുവിനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വായും ഇത് കണ്ണൊക്കെ കെട്ടിയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാട്ടോ നമ്മുടെ അച്ചുവിനെ നമ്മുടെ പല്ലവി കണ്ടെത്തുന്നത്. അപ്പൊ നമ്മുടെ പല്ലവി നമ്മുടെ അച്ചുവിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് അച്ചുവിന്റെ അടുത്ത് പിറകിലായിട്ട് നമ്മുടെ ഇന്ദ്രനും നിൽക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ സേതുവും പൊന്നുമടത്തിന് പുറത്ത് നമ്മുടെ പല്ലവിയും നമ്മുടെ ഇന്ദ്രയത്തിനടുത്ത്. എന്തായിരിക്കും ഇനി കഥയുടെ അവസ്ഥ അല്ലേ? ഭയങ്കരമായിട്ടുള്ള ഒരു വഴിത്തിരിവ് തന്നെയാട്ടോ വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.